സാർ, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ LDFും UDFും അവരുടേതായ പ്രചരണ തന്ത്രങ്ങളുമായിട്ട് മുന്നേറും. പക്ഷേ BJP ചില സർപ്രൈസ് സ്ഥാനാർത്ഥികളെ രംഗത്തേക്ക് ഇറക്കുമെന്നും കേൾക്കുന്നുണ്ട്. അതിൽ കേൾക്കുന്നത് ഒരു കേന്ദ്രമന്ത്രി നിയമസഭയിലേക്ക് മത്സരിക്കാനായിട്ട് വരുന്നു കേരളത്തിൽ നിന്ന്. സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കും. അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കാരണം ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി കേന്ദ്രമായിട്ട് മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് അൽഫോൺസ് കണ്ണന്താനം അവിടെ മത്സരിച്ചിട്ടുള്ള അനുഭവം ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഇപ്പോ N ജയരാജ്, കേരള കോൺഗ്രസ്, മാണി പാർട്ടി വിപ്പൊക്കെ ആയിരുന്നു. അതെ, ജയരാജ് മറ്റേ പഴയ K നാരായണക്കുറുപ്പിന്റെ മകനാണ്. അപ്പോ 2021 ജയരാജ് 43.79% വോട്ട്. ആ സമയത്ത് ജയരാജന് 4.93% വോട്ട് കൂടുതലായിരുന്നു. അതിന് മുമ്പത്തെ തവണത്തെക്കാൾ. തോൽപ്പിച്ചത് വാഴക്കിനെയാണ്, ജോസഫ് വാഴക്കിനെ, കോൺഗ്രസിൽ നിന്ന്. കാരണം ജോസഫ് വാഴക്കിന് ഇഷ്ടപ്പെട്ട മണ്ഡലം അല്ലായിരുന്നു കാഞ്ഞിരപ്പള്ളി. കാരണം അദ്ദേഹം മൂവാറ്റുപുഴ പോലുള്ള മണ്ഡലങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ്. അപ്പോൾ വളരെ കുറവായിരുന്നു, 10% കുറവായിരുന്നു വോട്ട്. 33.84. മറ്റേ ജയരാജ് 43. വളരെ കുറഞ്ഞു പോയി. അൽഫോൺസ് കണ്ണന്താനത്തിന് 21.17%, 29,157 വോട്ട് എന്ന് പറഞ്ഞാൽ 30,000 വോട്ട് കണ്ണന്താനം പിടിച്ചിട്ടുള്ള സ്ഥലമാണത്. അപ്പോൾ ജോർജ് കുര്യൻ വരുമ്പോൾ വലിയൊരു മാറ്റം അവിടെ ഉണ്ടാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ജയരാജന് 43.79% 21%, ഏതാണ്ട് ഒരു 20% വ്യത്യാസം രണ്ടും തമ്മിൽ ഉണ്ട്. ആ വ്യത്യാസം കുറച്ചു കൊണ്ടുവന്നാൽ ഒരു 5% കൂട്ടി എടുത്താൽ മാത്രമല്ല, ഈ പൂഞ്ഞാറ് PC ജോർജ് മത്സരിക്കുന്ന മണ്ഡലം ഉണ്ടല്ലോ, PC ജോർജിന്റെ ഒരു സ്വാധീനം ഈ കാഞ്ഞിരപ്പള്ളി ഭാഗത്തുകൂടി പടർന്നു കിടക്കുന്നത് കൊണ്ട് ഈ സമുദായ വോട്ടുകൾ സമാഹരിക്കാൻ കുര്യനും കൂടി സഹായകം ആകാൻ സാധ്യതയുണ്ട്. പിന്നെ പാലായിൽ ഷോൺ ജോർജ് കൂടി വരും. അപ്പോൾ ഒരു മേഖലയിൽ ഈ BJPയുടെ ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ തുടർച്ചയായിട്ട് നിൽക്കുകയാണല്ലോ. ഈ കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഒരു മണ്ഡലത്തിൽ നിന്ന് അതിന്റെ ഗുണം മറ്റേ മണ്ഡലത്തിലേക്ക് പറയുന്നൊരു സംഭവം ആ കാഞ്ഞിരപ്പള്ളിയിലും കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ കഴിഞ്ഞ 2016 CPIയുടെ VB ബിനു ആണ് മറ്റേ ഇടതുപക്ഷത്ത് നിന്ന് മത്സരിച്ചിരുന്നത്. അവിടെ 36.002% ആണ് 2016. ജയരാജന് 38.86% മാത്രമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. 2% വ്യത്യാസം മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ സംഗതി മാറിയല്ലോ, ഇടത് മുന്നണിയിലേക്ക് വന്നപ്പോ പിന്നെ CPI സ്ഥാനാർത്ഥിയുടെ പ്രസക്തി ഇല്ലല്ലോ അവിടെ ജയരാജനെ സംബന്ധിച്ച്. 2011 BJP അവിടെ 7% മാത്രമായിരുന്നു വോട്ട് കിട്ടിയിരുന്നത്. ജയരാജ് തന്നെയാണ് അപ്പോഴും അവിടെ മത്സരിച്ചിരുന്നത്. അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് 50.40% ഉണ്ടായിരുന്നു CPIയുടെ സുരേഷ് നായർ. അപ്പോൾ ഈ 8,000 വോട്ടിൽ നിന്ന് BJP 30,000 വോട്ടിലേക്ക് കുതിച്ചു കയറിയ ഒരു സ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി. അപ്പൊ കോട്ടയത്തിന്റെ ഈ പല ഭാഗങ്ങളും BJPയെ സംബന്ധിച്ച് ബാലികേറ മലയൊന്നുമല്ല. മാത്രമല്ല, ക്രൈസ്തവർക്കിടയിലേക്കൊരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം BJP നടപ്പാക്കിയിട്ടുണ്ടല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പില്. അത്രയും സ്ഥാനാർത്ഥികളും ക്രൈസ്തവരിൽ നിന്ന് ഉണ്ടായി. ഒരുപാട് വലിയ ഗുണമൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഉണ്ടായില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടാകാം. ഈ കണ്ണന്താനമൊക്കെ പിടിച്ചിട്ടുള്ള വോട്ടിന്റെ മുകളിലേക്ക് ജോർജ് കുര്യൻ വന്നാൽ കേന്ദ്രമന്ത്രിയും കൂടിയാണല്ലോ, സഭയുടെ ഒരു ആളാണ്. സഭയുടെ ഒരു ആളെന്നല്ല, സഭയുടെ ഒരു താല്പര്യം കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റഫേൽ തട്ടിലിനെ കഴിഞ്ഞ ദിവസം കിരൺ റിജിജു വന്നപ്പോ കിരൺ റിജിജുവും രാജീവ് ചന്ദ്രശേഖറും കൂടി പോയി കാണുകയും ചെയ്തു.
സാർ ഇപ്പോൾ ഈ പാല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാല ഈ നഗരസഭയുണ്ട്. ആ നഗരസഭയിൽ ഈ കേരള കോൺഗ്രസ് മാണിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതിനകത്തുണ്ടായിരുന്ന ഒരു ബിനു ഒക്കെ ഉണ്ടായിരുന്നു, ബിനു പുളിക്കക്കണ്ടം, അദ്ദേഹത്തെ സാധനം, ഇവർക്കൊക്കെ തന്നെ ഒരു NDA ചായ്വുണ്ട്. അപ്പോൾ ആ പാലായിലും NDAക്ക് പ്രത്യേകിച്ച് BJPക്ക് കുറേ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നുണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലയിൽ നിന്ന്. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാഞ്ഞിരപ്പള്ളിയും ഏതാണ്ട് BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ അൽഫോൺസ് കണ്ണന്താനത്തെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചത്. അതിനപ്പുറത്തേക്ക് ജോർജ് കുര്യൻ എന്ന് പറയുന്ന ആൾ RSSുമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് ജോർജ് കുര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ കേന്ദ്രത്തിൽ മന്ത്രിയാകുമെന്ന് ആരും അറിഞ്ഞില്ല. കേരളത്തിലെ നേതാക്കൾ പോലും അറിയാതെ സർപ്രൈസ് ആയിട്ടൊരു മന്ത്രിയായ വ്യക്തിയാണ്. മാത്രമല്ല ഇപ്പോഴും ജോർജ് കുര്യൻ അനാവശ്യമായ ഒരു വിവാദത്തിനോ അനാവശ്യമായ ഇടപെടലുകൾക്കോ ഒന്നും ലളിത ജീവിതമാണ്. അങ്ങനെ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറക്കുകയും സഭയുടെ ഒരു പിന്തുണ ഉണ്ടാവുകയും ചെയ്താൽ ജയരാജന് നന്നായിട്ട് വിയർക്കേണ്ടി വരില്ലേ? നന്നായിട്ട് വിയർക്കേണ്ടി വരും. ജോർജ് കുര്യൻ ഒരു ഫോർമിഡബിൾ കാൻഡിഡേറ്റ് ആണ്, ഒന്നാം തരം സ്ഥാനാർത്ഥിയാണ് ജോർജ് കുര്യൻ. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ജോർജ് കുര്യന് കഴിയുന്ന ദേശീയ നേതൃത്വം തന്നെ വിലയിരുത്തുന്നുണ്ടല്ലോ. അതെ, മാത്രമല്ല വലിയ മാറ്റങ്ങൾ ഇത്തവണ BJPയുടെ പട്ടികയൊക്കെ നേരത്തെ ഇറങ്ങുമല്ലോ. അതെ, മാത്രമല്ല 35 വനിതാ സ്ഥാനാർത്ഥികൾ BJP പട്ടികയിൽ ഉണ്ടാവും. അതൊരു വലിയ മാറ്റമാണ്, വലിയ മാറ്റമാണ്. കാരണം അവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുമല്ലോ. അതെ, നമുക്കറിയാവുന്ന പോലുള്ള സ്ഥാനാർത്ഥികളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ ശോഭാ സുരേന്ദ്രൻ അപ്പുറത്തേക്ക് നമുക്ക് കാസർഗോഡ് മത്സരിച്ച ഒരു വനിതാ സ്ഥാനാർത്ഥി, അങ്ങനെ കുറെ സുരേന്ദ്രന്റെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് പാലക്കാടാണ്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കുറെ വനിതകൾ ഉണ്ട്. ആ വനിതകൾക്ക് ഒരു മുന്നോട്ട് വരാനുള്ള അവസരം കൂടെ BJP ഒരുക്കുന്നു. ഒരു പക്ഷേ കേരളത്തില് BJPക്ക് അതുകൊണ്ട് ശ്രീലേഖ തന്നെ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ കോൺഗ്രസിനോ CPMനോ അവതരിപ്പിക്കാൻ കഴിയാത്ത അത്ര വനിതാ കാൻഡിഡേറ്റിനെ കൂടെ അവതരിപ്പിക്കാൻ BJPക്ക് സാധിച്ചാൽ. അതുപോലെ സാബു ജേക്കബ് മത്സരിക്കാൻ വ്യക്തിപരമായി താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ സാബു ജേക്കബിന്റെ മുകളിൽ ഒരു സമ്മർദ്ദം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സാബു ജേക്കബ് ചിലപ്പോ തൃപ്പൂണിത്തുറയിൽ വരാമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ജേക്കബ് തോമസ് എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ ഒരിടത്തായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ ഇത്തവണ കൂടുതൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇത്തരത്തിലുള്ള ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? കാരണം 2020 ഇത് NDAയുടെ ഭാഗമല്ലേ? അതെ, അപ്പൊ അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ അങ്ങനെ ആകാമല്ലോ. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ കൂടുതൽ BJP രംഗത്തിറക്കുക എന്ന് പറഞ്ഞാൽ BJP ആ സമുദായത്തെ കൂടുതൽ പരിഗണിക്കുന്നു എന്നാണ് അർത്ഥം. മുമ്പ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തൊരു കാര്യം ഇതാണ്. ഇത്തവണ മുമ്പത്തേക്കാൾ ഏറെ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ആളുകൾ BJPയുടെ ബാനറിൽ മത്സരിക്കാൻ തയ്യാറായിട്ട് വന്നു. ആ തയ്യാറായി വന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥിയും അയാളുടെ കുടുംബാംഗങ്ങളും അയാളുടെ ബന്ധുബലവും ഒക്കെ ആ സ്ഥാനാർത്ഥിക്കൊപ്പമല്ല നിൽക്കുന്നത്. അത്തരത്തിൽ വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ കഴിഞ്ഞാൽ അത് ഇടതുമുന്നണിക്കും അതുപോലെ തന്നെ ഈ UDFനും വലിയ വെല്ലുവിളിയായി മാറില്ലേ? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഭയക്കുന്നുണ്ടല്ലോ ഇടതുമുന്നണി. നമ്മളിപ്പോൾ CPMനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ ടെലിവിഷനില്ലേ പോപ്പുലറായ പരിപാടികൾ കൂടി ബ്രാൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതല്ലേ. അവർ കാലേ കൂട്ടി പേടിച്ചിട്ടാണ് കാലേ കൂട്ടി. കാരണം ഈ 3-ാം ഊഴം കിട്ടിയില്ലെങ്കിൽ പിന്നെ തുടച്ചു നിൽക്കപ്പെടുമല്ലോ. ആകെ 1.5% വോട്ടല്ലേ ദേശീയ തലത്തിലുള്ളൂ. അത്രേ ഉള്ളൂ. മറ്റേ തെണ്ടി വാങ്ങിയ 4 സീറ്റുകളല്ലേ ലോക്സഭയിലുള്ളത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊടുത്തിരിക്കുന്ന സീറ്റുകളല്ലേ. ആകെ 1.5% അംഗീകാരവും ഇല്ല. ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള അംഗീകാരവും ഇല്ല, യാതൊന്നുമില്ല അല്ലേ. ഈ ബ്രിട്ടാസ് ഇങ്ങനെ നിലവിളിച്ച് നടക്കുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നും. ഏകതുരുത്ത് എങ്ങനെയെങ്കിലും പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ നിലയില്ല കയത്തിൽ കിടന്നിട്ട് ഈ മറ്റേ ചാകാൻ പോകുന്ന ആള് കൈയില്ലേ, ആ അവസ്ഥയിലാണ് CPM കാണപ്പെടുന്നത്. എല്ലാ ആയുധങ്ങളും എടുത്ത് പയറ്റുകയും ആ പയറ്റുന്നത് മുഴുവൻ സെക്കൻഡ് അനുസരിച്ച് പൊട്ടി പാളിസാവുകയും ചെയ്യുന്ന ഘട്ടമാണിത്. അതല്ലേ അവസാനം വീണ ജോർജിന്റെ അവസ്ഥ കാണുന്നില്ലേ? ഒന്ന് നമ്മളിപ്പോ ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിലാണെന്നുള്ളത് നമുക്കറിയാം. ജോർജ് കുര്യനെ ആറന്മുളയെ കൊണ്ടുപോയിട്ടിരുന്നെങ്കിലോ നല്ല സ്ഥാനാർത്ഥിയല്ലേ BJPയുടെ.
സാറേ, ഇപ്പോൾ ഈ വീണ ജോർജിനെ പോലെ ഒരു മന്ത്രിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാരാണ് നമ്മൾ ആയിരിക്കും? എം വി ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി, MV ജയരാജൻ, കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന നേതാക്കളിൽ ഒരാൾ, മാത്രമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. ഇവരൊക്കെ തന്നെ ഇത്രയും നിലവാരം തകർന്ന രീതിയിൽ ഒരു മന്ത്രിക്ക് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ. ആദ്യം MV ഗോവിന്ദൻ പറഞ്ഞത് അവരെ കഴുത്തിൽ പിടിച്ച് തള്ളിയെന്നായിരുന്നു. അതിന്റെ ഒരു ദൃശ്യം പോലും ഇല്ല. പിന്നെ അത് വിട്ടുകളാണ് ജോർജ് കുര്യനാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ CPMന്റെ ഒരു പാപ്പരത്വം എല്ലായിടത്തും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ BJP പുതിയ പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നേട്ടം കൊയ്യാൻ ആ പാർട്ടിക്ക് സാധിക്കും. BJP പേടിക്കുന്നു എന്നുള്ളത് അത് ഈ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തവണ ദൃശ്യമായിരിക്കും. കാരണം 35 മണ്ഡലങ്ങൾ വളരെ പ്രധാനമായിട്ട് BJP കാണുന്നുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതെ, ആ 35 മണ്ഡലങ്ങളിൽ ഒന്നാന്തരം സ്ഥാനാർത്ഥികൾ തന്നെ ആയിരിക്കുകയും ചെയ്യും. പിന്നെ കോർപ്പറേഷൻ പിടിച്ചിരിക്കുകയല്ലേ തിരുവനന്തപുരത്ത്. അത് മറ്റേ സെക്രട്ടേറിയറ്റിന്റെ പിണറായി വിജയന്റെ ഒക്കെ മൂക്കിന്റെ താഴെയല്ലേ സംഭവിച്ചിരിക്കുന്നത്. അത് ആ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട മത്സരങ്ങൾക്ക് കാരണമാവുന്നുള്ള കാര്യത്തില്. കാരണം അത്തരം വാർഡുകളൊക്കെ ഉണ്ടല്ലോ, ജയിച്ച വാർഡുകളൊക്കെ. അപ്പോ മറ്റേ ശ്രീലേഖയുടെ വാർഡ് നിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ വട്ടിയൂർക്കാവ്, അവർ മത്സരിക്കാൻ സാധ്യതയുള്ളത്. അപ്പോ കഴിഞ്ഞ ദിവസം ഒരു സർവേയില് 18 സീറ്റുകൾ BJPക്ക് കേരളത്തിൽ കിട്ടാം എന്ന് കാണുന്നുണ്ട്. വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷെ അങ്ങനെ ഒരു സർവേയിൽ കാണുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതല്ലേ? അപ്പോ എന്താന്ന് വെച്ചാൽ ഈ BJPയോടുള്ള അയിത്തം ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ മാറിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ വിദ്യകൾ കൊണ്ടൊന്നും പിടിച്ചേക്കാൻ പറ്റില്ല. ഈ കൺകെട്ട് വിദ്യകളാണിത്. പക്ഷെ ഈ ഡിജിറ്റൽ യുഗത്തിലെ ഈ പുരോഗമനമൊന്നും വേണ്ടത്ര പുരോഗമിച്ചിട്ടില്ലല്ലോ എന്ന് VS അനിൽകുമാർ പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇപ്പോ. കാരണം ഈ കണ്ണൂരിൽ കണ്ടത് മുഴുവൻ കണ്ണൂരിലെ സഖാക്കൾ പണ്ട് വിജയിക്കുമായിരുന്ന ഈ ക്യാമറ കണ്ണുകൾ ഇല്ലാതിരുന്ന കാലത്തെ അല്ലേ, ആ പാർട്ടിയൊക്കെ പിണറായിയിൽ ആദ്യം ഉണ്ടായിരുന്ന കാലത്തെ 1936 തന്ത്രങ്ങളാണ് എടുക്കുന്നത്. പുരോഗമനം വേണ്ടത്ര പുരോഗമിച്ചിട്ടില്ല. ആ സമയത്താണ് ഒരു ഒന്നാന്തരം സ്ഥാനാർത്ഥിയായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ വന്നു നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.